അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി 10ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ, കാരണം 10ാം ക്ലാസ് പാസ്സാകുക അക്കാലത്ത് ഒരു വലിയ കടമ്പയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ ഇനി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിലായി പഠിക്കണം എന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പിന്നീടുള്ള സാഹചര്യങ്ങൾ അതിന് ഒത്തുചേർന്നു. അപ്പം എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ചരിത്രത്തിന് ഒരു വലിയ സ്ഥാനം നൽകുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ അധ്യാപകന്മാർ, അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് 100 കിലോമീറ്റർ, ആഗ്രയിലേക്ക് 50 കിലോമീറ്റർ, ഫത്തേപൂർ സിക്രി ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത്, കൃഷ്ണൻ്റെ മധുര അവിടുന്ന് അലിഗറിന് 35 കിലോമീറ്റർ, ഇങ്ങനെ ഒരു ഈക്വോ ഡിസ്റ്റൻറ്റ് പ്ലേസുകളായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ പോകാനും ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെടാനും ആ സ്ഥലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനും ഇതിഹാസം മനസ്സിലാക്കാനുള്ള ഒരു വലിയ ഒരു അവസരം കിട്ടി. അതിനുശേഷം പിന്നെ എൻ്റെ ജോലി മുഴുവനും ഈ സ്ഥലങ്ങളിലായിരുന്നു. അപ്പം അതുകൊണ്ട് കൂടുതൽ ബന്ധപ്പെടാനും കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ അലീഗറിൽ എത്തിച്ചേരുന്നതും. അലീഗറിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷേ ഞാനും ഒരു പ്രധാനപ്പെട്ട അധ്യാപകനുമായിട്ട് ഒരു ചെറിയ അസ്വാരസ്യമുണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ വലിയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഇർഫാൻ ഹബീബ് എന്നാണ്. അപ്പം കമ്മ്യൂണിസത്തിന് ഞാൻ കണ്ടിട്ടുള്ള തകരാറുകൾ, അത് മതത്തിൻ്റെ എക്സ്ട്രീം മതവാദികളെ പോലെ തന്നെ ഒരു എക്സ്ട്രീമിസ്റ്റായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും കമ്മ്യൂണിസ്റ്റ് അധ്യാപകന്മാരും വരിക. അവരുടെ വഴിയിലേക്ക് എല്ലാ ആൾക്കാരെയും ചിന്തിപ്പിക്കാനും അത് പിന്തുടരാനും അത് പിന്തുടർന്നില്ലെങ്കിൽ അവരെ നശിപ്പിക്കാനും പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കമ്മ്യൂണിസത്തോട് വലിയ ബഹുമാനമുണ്ട്. കാരണം ഒരു വലിയ ചിന്താഗതിയാണ്, വലിയ ചിന്താധാരയിൽ ഉയർത്തു എഴുന്നേറ്റ ഒരു ആദർശമാണ്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ പ്രയോഗാത്മാക്കൾ അത് പ്രയോഗിക്കുമ്പോൾ ഇന്ന് നാം കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു എക്സ്ട്രീം ഗ്രൂപ്പ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനൊരു നോൺ ഡിറ്റാച്ച്ഡ് ആയിരുന്നു, അൺഅറ്റാച്ച്ഡ്, നോൺ ഡിറ്റാച്ച്ഡ്, ഒരു ലിബറൽ തിങ്കറായിരുന്നു. അപ്പോൾ ലിബറൽ തിങ്കർ ആയതുകൊണ്ട് നമുക്കിതിനോട് പലപ്പോഴും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തരേണ്ടിയിരുന്ന മാർക്ക് അടിസ്ഥാനത്തിൽ എനിക്ക് തരേണ്ടിയിരുന്ന സ്കോളർഷിപ്പും അതേപോലെ തന്നെ അഡ്മിഷനും എനിക്ക് തരാതെ എന്നേക്കാൾ വളരെ മാർക്ക് കുറഞ്ഞ മറ്റൊരാൾക്ക് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തപ്പോൾ ഇനി ഇവരുമായി യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ അലീഗർ വിട്ടു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്ന ആർക്കിയോളജിയിലെ പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതോടുകൂടി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത് അതേ എന്നെ ഒരു കാലത്ത് പുറന്തള്ളിയ അതേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാനൊരു ആർക്കിയോളജിസ്റ്റായിട്ട് തിരിച്ചു വരാനും കഴിഞ്ഞു.